നിറവിലേക്ക് സ്വാഗതം. അഭിലഷണീയമായ എല്ലാറ്റിനുപരി എൻ്റെ ഹൃദയം അങ്ങിൽ വിശ്രമിക്കുവാനും അങ്ങയിൽ സമാധാനം കാണുവാനും അനുഗ്രഹിക്കണമേ. വിശുദ്ധ ആൻസേ ജീസസിൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ നിറവ് ആരംഭിക്കാം. ആബേൽ യേശുദാസ് പാടുന്ന ഈ ഗാനം മനസ്സിന് കുളിർമയും ഹൃദയത്തിന് ആശ്വാസവും പകരട്ടെ. കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാ കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത്
തേടിയെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. 53 മണി ജപമാല. 53 മണി ജപമാല. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മെർലിൻ ടീച്ചറാണ്. നമ്മളിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ടീച്ചറുടെ ചോദ്യം. യഹോവ ശാലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ജീവിതം എന്താണ്, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ പോയാൽ എന്തായി തീരും, ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പല ചിന്തകളും പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ ഈ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാതെ ഇരിക്കുന്നവരുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ എൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയാവാത്തത്, ദൈവം എന്താ എന്നെ കാണാത്തത്, ദൈവം എന്താ എന്നെ അറിയാത്തത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. രാവിലെ ആകുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ജോലിക്ക് പോകുമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കും, ദൈവമേ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയെന്ന്. ഒരിക്കൽ ഒരു തെരുവിൽ ഒരു സർക്കസ് നടക്കുകയാണ്. തെരുവ് സർക്കസ് നടക്കുന്നതിനിടയിൽ ഈ ഞാണിന്മേൽ കൂടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ ഞാണിന്മേൽ കൂടെ അയാൾ നടക്കുന്നത് കണ്ടിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നവരെല്ലാം ഓടിക്കൂടുകയാണ്. ഈ ഓടിക്കൂടിയവരുണ്ടല്ലോ, താഴെ നിന്ന് കൈയടിക്കുന്നുണ്ട്, ആർപ്പ് വിളിക്കുന്നുണ്ട്, അയാളെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ കൊച്ചു മോനെ എടുത്തിട്ട് അയാളുടെ തോളിൽ വെച്ചിട്ട് അയാൾ വീണ്ടും ആ ഞാണിലേക്ക് കയറുകയാണ്. ആ ഞാണിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ടപ്പം ആളുകൾക്ക് വളരെ അത്ഭുതം തോന്നി. ഈ ഒരു സർക്കസ് അവരെ അതിശയിപ്പിച്ചു. അവർ താഴെ നിന്ന് വലിയ ശബ്ദത്തിൽ ആർപ്പ് വിളിക്കുകയും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം വേഗതയൊക്കെ കൂട്ടി നടന്ന് അദ്ദേഹം താഴേക്ക് തൻ്റെ മോനെയും കൊണ്ട് ചാടി. എന്നിട്ട് താഴെ വന്നിട്ട് അവരോട് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചുമലിലിരിക്കാൻ ആഗ്രഹമുണ്ടോ? ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഭയമാണ്. അയാൾ മറുപടിയായിട്ട് പറയാണ്, ഞാനൊരു തികഞ്ഞ അഭ്യാസിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ജോലിയാണിത്. എത്ര ഭാരമുള്ളവരെയും തോളിലെടുത്ത് വെച്ച് ഈ ഞാണിൽ കൂടെ നടക്കുക എന്ന വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചുമലിലിരിക്കാൻ തയ്യാറാണോ? കണ്ടവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹം വീണ്ടും വിളിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ ഇങ്ങനെ പൊഴിഞ്ഞു പോകുകയാണ്. അയാൾ അവിടെ നിന്ന് കൈകൊട്ടി വിളിച്ചു പറഞ്ഞു, ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അതെല്ലാം നല്ലതാണെന്ന് പറയും, മറ്റുള്ളവർ കാണിക്കുമ്പോൾ ഇതെല്ലാം കേമമാണെന്ന് പറയും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്യുവാൻ ആരും തയ്യാറല്ല. പ്രിയമുള്ളവരെ, സ്വർഗവും ഭൂമിയെ നോക്കി ഇതുതന്നെയല്ലേ അനുദിനവും പറയുന്നത്? ഇങ്ങനെ തന്നെയല്ലേ പിതാവാം ദൈവം ലോകത്തെ കൈകളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്, നമ്മളെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മൾക്ക് വളർച്ച പൂർണ്ണമാക്കി തന്നൊരു ദൈവമുണ്ട്. എന്നിട്ട് നീ എനിക്ക് വിലയേറിയവനും നീ എനിക്ക് മാന്യനുമാണെന്ന് ഓരോ സമയത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഏതൊരു കഷ്ടത്തിലും
നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളോടൊപ്പം വരാൻ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഏതൊരു കഷ്ടത്തിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ അനുഭവിച്ചതാണ്. ആ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഇതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം മറ്റേതുണ്ട് എന്നാണ് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിതാവാം ദൈവം ആദിയിൽ പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നി തൂണായിട്ടും തൻ്റെ ജനത്തെ വഴി നടത്തിയതായിട്ട് നാം കാണുന്നുണ്ട്. തൻ്റെ ജനത്തിന് വിശന്നപ്പോൾ മന്നയും തൻ്റെ ജനത്തിന് ദാഹിച്ചപ്പോൾ മാറായിലെ കയ്പുള്ള ജലത്തെ മാധുര്യമാക്കി കൊടുക്കുകയും ചെയ്ത ഒരു ദൈവത്തെ നമ്മൾ കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതല്ലേ. തൻ്റെ ജനത്തിൻ്റെ വസ്ത്രം ജീർണിക്കാതെയും തൻ്റെ ജനം തളർന്നു പോകാതെ ഇരിക്കാൻ എന്തോരം ശ്രദ്ധയോടുകൂടി പിതാവാം ദൈവം ഈ ഭൂമിയിലെ മനുഷ്യനെ സ്നേഹിച്ചു. എന്നിട്ടും മനുഷ്യൻ തൃപ്തി വരാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ഇരുന്നപ്പോഴാണ് തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഇതാ എൻ്റെ മകനെ ഈ ലോകത്തെ നേടാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ മുറിവുള്ള കൈകൾ നീട്ടി കർത്താവ് അനുദിനം നമ്മളെ വിളിക്കുകയാണ്. നീ എൻ്റേതാണ്, നീ വിലയേറിയവനാണ്, നീ മാന്യനാണ്, നീ എനിക്കുള്ളവനാണ്. എന്തു തന്നെ കേട്ടിട്ടും ആശ്വാസം കിട്ടാത്ത ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരിക്കൽ എങ്ങനെ ആശ്വസിക്കണം എന്നറിയാതെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരുന്ന ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, ഗുരു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അയാളോട് ആ ഗുരു മറുപടിയായിട്ട് പറഞ്ഞു, നീ ഈ പ്രകൃതിയിലേക്ക് നോക്കുക, പ്രകൃതിയിൽ നിന്ന് തന്നെ നീ കണ്ടുപിടിക്കുക. അയാൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മരത്തിലെ ചുറ്റിക്കെട്ടി ഇങ്ങനെ മുന്തിരി നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ അറ്റത്ത് മുന്തിരി ഇങ്ങനെ കുലച്ച് പഴുത്ത് നിൽക്കുകയാണ്. ഈ മുന്തിരിങ്ങ കണ്ട സന്തോഷത്തിൽ അയാൾ ചോദിച്ചു, അല്ലയോ മുന്തിരിങ്ങ, നിന്റെ ജീവിതം എന്താണ്? മുന്തിരി ചെടി മറുപടിയായിട്ട് പറയാ, എനിക്ക് തന്നെ നിൽക്കാൻ ത്രാണിയില്ല, തന്നെ നിൽക്കാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ എനിക്കൊരു കഴിവുണ്ട്. എന്താണ്? എന്നിൽ മധുരമുള്ള മുന്തിരിങ്ങ കായ്ക്കാൻ. എൻ്റെ മധുരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. അത് കണ്ട് അദ്ദേഹം ആ കൊമ്പിൽ ഒരു കുയിലിനെ കണ്ടു. ഈ കുയിലിനോട് ചോദിച്ചു, കുയിലേ, എന്താ നിന്റെ ജീവിതം? കുയിൽ മറുപടിയായി പറഞ്ഞു, മറ്റുള്ളവർ പറയുന്നത് ഞാൻ കൂടുണ്ടാക്കാത്തവളാണ്, കുട്ടികളെ നോക്കാത്തവളാണ് എന്നൊക്കെയാണ്. എന്തെല്ലാം കുറ്റങ്ങൾ എനിക്കുണ്ട് എങ്കിലും എൻ്റെ ജീവിതം, എൻ്റെ ശബ്ദം, എൻ്റെ നാദം മറ്റുള്ളവരുടെ കാതിനെ കുളിർപ്പിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മയിലിനെ കണ്ടു. മയിലിനോട് ചോദിച്ചു, മയിലേ, എന്താ നിന്റെ ജീവിതം? മയിൽ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന ഈ മനോഹരമായ ചിറകുകൾ വിടർത്തി നൃത്തം ചെയ്യുക എന്നതാണ് എൻ്റെ ജീവിതം. അതിനുശേഷം അയാൾ നടന്ന് സന്ധ്യയായി തുടങ്ങി. അയാൾ പുഴവക്കിലെത്തിയപ്പോൾ മീനുകൾ നീന്തി പോകുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടു. മീനുകളോട് ചോദിച്ചു, എന്താണ് ജീവിതമെന്ന്. മീനുകൾ പറഞ്ഞു, കുറുകെ വെള്ളം വരുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് എൻ്റെ ജീവിതം. അദ്ദേഹം അവിടെ നിന്ന് സന്ധ്യയിൽ മിന്നാമിനുങ്ങിനെ കണ്ടു. ഈ മിന്നാമിനുങ്ങിനോട് ചോദിച്ചു, എന്താ മിന്നാമിനുങ്ങേ നിൻ്റെ ജീവിതം? മിന്നാമിനുങ്ങ് മറുപടിയായിട്ട് പറഞ്ഞു, ഇത്തിരിയെ വെട്ടം എന്നിലുള്ളൂ എങ്കിലും എന്നിലെ ഈ ഇത്തിരി വെട്ടം ലോകത്തിന് കൊടുക്കുക എന്നതാണ് എൻ്റെ ജീവിതം. അതിനുശേഷം അയാൾ ആ പുഴയോട് ചോദിച്ചു, പുഴയെ, എന്താണ് നിന്റെ ജീവിതം? പുഴ മറുപടിയായിട്ട് പറയാണ്, ശാന്തമായി ഒഴുകി കടലിൽ എത്തിച്ചേരുന്നതാണ് എൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം? ഈ മുന്തിരിയെപ്പോലെ നമുക്ക് വലിയ കായിക ബലമോ ശേഷിയോ ഒന്നുമില്ലെങ്കിലും നമ്മളിലുള്ള മധുരഫലം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ തോളിൽ മുറുകെ പിടിച്ച് നമുക്കിരിക്കാം. നമ്മളുടെ നാദം മറ്റുള്ളവരുടെ കാതിൽ, നമ്മുടെ ശബ്ദം മറ്റുള്ളവരുടെ കാതിന് ഇമ്പകരമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായിരിക്കും. മയിലിനെ പോലെ ചിറകുകൾ വിരിച്ച് നൃത്തം ചെയ്യാനാകുന്നില്ല എങ്കിലും നമ്മുടെ പ്രവർത്തികൾ നൃത്തം പോലെ
മറ്റുള്ളവരുടെ കണ്ണിന്, മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാകണം നമ്മുടെ ജീവിതം. വീണ്ടും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ മീനിനെ പോലെ ശാന്തമായിട്ട് ഇതിന് കുറുകെ ഒഴുകി അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാകണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരു മിന്നാമിനുങ്ങിയോളം വെട്ടം മാത്രമേ നമുക്കുള്ളൂ എങ്കിലും വലിയ പ്രകാശമോ വലിയ കഴിവോ വലിയ സമ്പന്നതയോ ഒന്നുമില്ലെങ്കിലും ഈ മിന്നാമിന്നിയെ പോലെ ഇത്തിരിയേ എനിക്ക് സാധിക്കുകയുള്ളെങ്കിലും അത് ലോകത്തിന് കൊടുക്കുന്നുവെങ്കിൽ അതാകും നമ്മുടെ ജീവിതം. വീണ്ടും നമുക്കറിയാം, ഈ പുഴയെപ്പോലെ ശാന്തമായിട്ട് ഒഴുകി കടലിൽ എത്തിച്ചേരുവാൻ, ശാന്തമായിട്ടൊഴുകി ദൈവത്തോട് ലയിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതം വിജയിക്കുവാനാണ് കർത്താവിൻ്റെ തോളിൽ നമ്മൾ ഇരിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും കർത്താവ് ആഗ്രഹിക്കുന്നതും. കാരണം കർത്താവ് നല്ല ഇടയനാണ്. ആടുകളെ തൻ്റെ ചുമലിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആടുകളാണ് തൻ്റെ ജനം, തൻ്റെ ആടുകളാണ് എന്ന് പൂർണ്ണമായിട്ടും നമ്മെ പഠിപ്പിച്ചവനാണ് സ്വർഗത്തിലെ പുത്രൻ. ഈ പുത്രൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം ആ ചുമലിൽ വയ്ക്കുവാൻ, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാൻ, കർത്താവിൻ്റെ ചുമലിൽ ശാന്തമായിട്ടൊന്നിരിക്കുവാൻ, പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ, ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ എൻ്റെ ദൈവത്താൽ എനിക്ക് സാധിക്കും എന്നൊരു പൂർണ്ണ ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥമുള്ളതാകുന്നത്. ഏതു പ്രതിസന്ധിയെയും കർത്താവിൻ്റെ കൃപയാൽ അതിജീവിക്കുവാൻ എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ദൈവചിന്ത നൽകുന്ന നല്ലൊരു വീഡിയോയുമായി നിശ്ചയിച്ച് കാത്തിരിക്കുന്നു പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഉപദേശങ്ങളുടെ പ്രളയത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ശബ്ദമുഖരിതമായ ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു പശ്ചാത്തലത്തിൽ നിശബ്ദമായ തൻ്റെ ജീവിത മാതൃക കൊണ്ട് വ്യത്യസ്തയാകുന്ന ഒരു അമ്മയുടെ ജീവിതകഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. นี่คือเรื่องราวระหว่างฉันกับลูกและสับปะรดฉันไม่ได้เรียนหนังสือไม่รู้ว่าต้องพูดต้องสอนแบบไหนฉันรู้แค่ว่าต้องทำให้ดูให้เขาเห็นเป็นตัวอย่าง เป็นไงล่ะ อร่อยกว่าไอติมอีกใช่ไหม จ้าแม่ น่าทำขายนะแม่เนาะ ไอติมสับปะรดนะคะ 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 แม่ ทำไมไม่มีใครซื้อเลยอ่ะ งั้นลองไปดูที่ตลาดว่าเขาขายกันยังไง พริกไหมจ้ากล่องละ5 3กล่อง10จ้า หมูปิ้งจอมทัพหมูปิ้งอร่อยครับหมูปิ้งจอมทัพจ้า พริกกล่องละ5นะคะ3กล่อง10จ้า สับปะรดไหมคะสับปะรดทีละอะไรคะไม้ละ5 บาทค่ะ3 ไม้ 10 บาทนะคะ สับปะรดไหมคะ
เห็นเขาได้สังเกตได้ลองทำเอง วันนี้ฉันสบายใจแล้ว ที่เห็นเขาทำได้แบบนี้ และมั่นใจว่า วันข้างหน้าถ้าไม่มีฉัน เขาจะยืนได้ด้วยตัวเขาเอง ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം, എങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം, എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് തരത്തിലുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമാണിന്ന്. എവിടെ തിരിഞ്ഞാലും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാണ്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കുടുംബത്തിലും വിദ്യാലയങ്ങളിലും എല്ലാം ഇതിൻ്റെ ഒരു പ്രളയമാണ്. ഇതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന സത്യം. നിശബ്ദമായ ജീവിത മാതൃകകളാണ് ഉച്ചത്തിലുള്ള അനേകം പ്രഭാഷണങ്ങളെക്കാൾ ശക്തം എന്നുള്ള സത്യം. ഇന്ന് നമ്മൾ കണ്ട വീഡിയോയിൽ അങ്ങനെ ഒരു അമ്മയാണുള്ളത്. വലിയ വിദ്യാഭ്യാസമോ അറിവോ വാക്ചാതുര്യമോ ഒന്നുമില്ലെങ്കിലും നിശബ്ദയായി തൻ്റെ പ്രവൃത്തികളിലൂടെ മകളെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ജീവിക്കാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാനും പഠിപ്പിക്കുന്ന ഒരു അമ്മയുടെ കഥ. തന്നെയും ജീവിതത്തെയും സമൂഹത്തെയും നിശബ്ദമായി എന്നാൽ ആഴമായി നിരീക്ഷിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും മകളെ പരിശീലിപ്പിക്കുന്ന ഒരു അമ്മ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഇതാണ്. കണ്ണുകൾ തുറന്ന് ചുറ്റുപാടും നോക്കുവാനും നിരീക്ഷിക്കുവാനും, കേൾവിയിലൂടെ മാത്രമല്ല കാഴ്ചയിലൂടെ പഠിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കിന്ന് പരിശീലിപ്പിക്കേണ്ടതായുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്നവരും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന ഒരു ധാരണ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ പ്രവൃത്തികൾ അവരറിയാതെ തന്നെ മാറും. ഉപദേശങ്ങളെക്കാൾ കൂടുതൽ പ്രവൃത്തികളിലൂടെ മക്കൾക്ക് പരിശീലനം നൽകുന്ന ഈ അമ്മയെ ജീവിതത്തിൽ ഒന്ന് മാതൃകയാക്കി നോക്കൂ. ഫലത്തിലുള്ള വ്യത്യാസം അറിയാൻ. ഈ ജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ അടുക്കൽ മകനെ ഉപദേശിക്കണം എന്ന ആവശ്യവുമായി വന്ന ഒരമ്മയെ ഒരിക്കലൊരു സന്യാസി തിരികെ പറഞ്ഞയച്ചത്. തൻ്റെ മകനെ മധുരം തിന്നുന്നതിൽ നിന്നും വിലക്കണം എന്ന ആവശ്യവുമായാണ് അമ്മ സന്യാസിയെ സമീപിച്ചത്. 1 മാസത്തിന് ശേഷം വരാൻ പറഞ്ഞ് സന്യാസി അവരെ തിരിച്ചയച്ചു. 1 മാസത്തിന് ശേഷം വന്നപ്പോൾ സന്യാസി മകനോട് മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതുകൊണ്ട് അതിൽ നിയന്ത്രണം വരുത്തണം എന്നും ആ കുട്ടിയെ ഉപദേശിക്കുകയും അവൻ അതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഇത് കണ്ട അമ്മ പിന്നീട് സന്യാസിയോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങയുടെ അടുക്കൽ മകനെ കൊണ്ടുവന്നപ്പോൾ അങ്ങ് ഇതേ കാര്യം പറയാതിരുന്നത്? അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ 1 മാസത്തിന് മുൻപേ തന്നെ എൻ്റെ മകൻ ഈ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിയുമായിരുന്നല്ലോ. അതിന് സന്യാസി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെ മറ്റൊരാളോട് ചെയ്യണം എന്ന് എനിക്ക് ഉപദേശിക്കാൻ കഴിയും. മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും മറ്റാരുടെയെങ്കിലും ജീവിതങ്ങളിൽ സമൂഹത്തിൽ ഒക്കെ വരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. വാക്കുകളേക്കാൾ കൂടുതൽ എന്നും ശക്തിയുള്ളത് പ്രവൃത്തികൾക്കാണ്. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ കണ്ട കാഴ്ചകളും കേട്ട വാക്കുകളും ആസ്വദിച്ച ഗാനവും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പാതയിലെ കുറുക്കുവഴികൾ മാത്രമാണ്. ദൈവമാണ് ലക്ഷ്യം, അതുമാത്രമാണ് ലക്ഷ്യം. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോം ടെലിവിഷന്റെ
പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത്, ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത്, അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല.